നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിക്കര മേൽപ്പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മന്ത്രി വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചത്. കാഞ്ഞങ്ങാട്ടെ ഡിവൈഎഫ്ഐയുടെ പ്രതീകാത്മക വായനശാല വിവാദത്തിൽ രാഷ്ട്രീയ പോര് തുടരുന്നു. സമീപത്ത് അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബോർഡ് സ്ഥാപിച്ച് യുവമോർച്ച. മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം ശക്തം. യാത്രക്കാർ കുറഞ്ഞ ട്രെയിൻ സർവീസ് കോഴിക്കോട് വരെ നീട്ടിയാൽ ലാഭകരമാകുമെന്നാണ് വിലയിരുത്തൽ. പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രമാണ് നയാ പൈസ ബാക്കിയില്ലാത്ത ഖജനാവെന്ന് രമേശ് ചെന്നിത്തല. മോദി ഭരണത്തെ താഴെയിറക്കാൻ ജനാധിപത്യ ശക്തികൾ ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല. അതിർത്തി പ്രദേശങ്ങളിലേക്ക് മഞ്ചേശ്വരം പോലീസിന്റെ സേവനം ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപം ശക്തം. കവർച്ച കേസുകളിൽ ഉൾപ്പെടെ അന്വേഷണം ഉണ്ടാകുന്നില്ലെന്നും പരാതി. മഞ്ചേശ്വരത്തെ അക്കരെ അമ്പിത്തടി പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാകുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. പള്ളിക്കര മേൽപ്പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഉപരിതല ഗതാഗത രംഗത്തെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികൾ മന്ത്രി നാടിന് സമർപ്പിച്ചത്. ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കാസർഗോഡ് നിർവഹിച്ചത്. നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനമായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത്. 709 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുള്ള പാലം 68 കോടി രൂപ ചിലവിൽ എറണാകുളം EKK ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് നിർമ്മിച്ചത്. പാലം നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത് മാസങ്ങളായെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ചടങ്ങിൽ ചെറുതോണി പാലത്തിൻ്റെയും മൂന്നാർ ബോഡിമേട്ട് റോഡിൻ്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ പാലത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു. മുടിക്കോട്, കല്ലിടുക്ക്, വാണിയമ്പാറ, ആമ്പല്ലൂർ അടിപ്പാതകളും ആലത്തൂർ മണ്ഡലത്തിലെ ആലത്തൂർ കുഴൽമന്ദം അടിപ്പാതകളും ചാലക്കുടി മണ്ഡലത്തിലെ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര അടിപ്പാതകളും പാലക്കാട് മണ്ഡലത്തിലെ കാഴ്ചപ്പറമ്പ് അടിപ്പാതയും നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ VK സിംഗ്, V മുരളീധരൻ എന്നിവർക്കൊപ്പം കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും പങ്കെടുത്തു. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടി വീക്ഷിക്കുവാനായി ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ച പ്രതീകാത്മക വായനശാലയ്ക്ക് സമീപം കൂടുതൽ പ്രചരണ ബോർഡുകൾ ഉയരുന്നു. ഏറ്റവും ഒടുവിലായി അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബോർഡാണ് സ്ഥാപിച്ചത്. ഇതിനിടെ നിയമം ലംഘിച്ചുള്ള പ്രവൃത്തികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. ഈ മാസം 20 നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ ഡിവൈഎഫ്ഐ 4 മീറ്റർ വീതിയും അതിലേറെ നീളവുമുള്ള വായനശാല മാതൃക ഒരുക്കിയത്. ഇതിനെതിരെ റോഡിൽ ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതോടെ വിഷയം വൻ വിവാദമായി മാറി. റോഡരികിലെ പ്രചരണ സംവിധാനം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു. ഇതിൽ നടപടിയുണ്ടാകാത്തതോടെ ഡിവൈഎഫ്ഐയുടെ പ്രതീകാത്മക വായനശാലയ്ക്ക് സമീപത്ത് തന്നെ കോൺഗ്രസ് കുടിൽ കെട്ടിയുയർത്തി. ഇതിന് പിന്നാലെ ഇപ്പോൾ അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബോർഡും ഇവിടെ ഉയർന്നു. ക്ഷേത്ര മാതൃകയിലുള്ള പ്രചരണ ബോർഡാണ് സീബ്ര ലൈനിന് സമീപത്തായി യുവമോർച്ച പ്രവർത്തകർ സ്ഥാപിച്ചത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പോര് മുറുകവെ നിയമം ലംഘിച്ചുള്ള പ്രചാരണ നിർമ്മിതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കേസിൽ ഡിവൈഎഫ്ഐയെയും ബന്ധമുള്ള ഉദ്യോഗസ്ഥരെയും കക്ഷി ചേർക്കുമെന്ന് മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വം വ്യക്തമാക്കി. പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടികളും തോരണങ്ങളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതാണെന്നും നിർമ്മിതി പൊളിച്ച് നീക്കം ചെയ്യുന്നതിൽ നഗരസഭ, പൊതുമരാമത്ത്, റവന്യൂ അധികൃതർ നിസ്സംഗത കാണിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. കളക്ടർ, സബ് കളക്ടർ, ജില്ലാ പോലീസ് ചീഫ്, DYSP എന്നിവർക്ക് മുസ്ലിം ലീഗ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നിർമ്മിച്ച പ്രതീകാത്മക വായനശാല പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭയിലെ UDF കൗൺസിലർമാരും രംഗത്തെത്തിയിട്ടുണ്ട്.
നടപടി ആവശ്യപ്പെട്ട് RDO, നഗരസഭാധ്യക്ഷ, സെക്രട്ടറി, DYSP എന്നിവർക്ക് കൗൺസിലർമാർ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം ശക്തം. നിലവിൽ യാത്രക്കാർ കുറവുള്ള ട്രെയിൻ സർവീസ് കോഴിക്കോട് വരെ നീട്ടിയാൽ ലാഭകരമാകുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസമാണ് മംഗളൂരു ഗോവ റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. മംഗളൂരു ഗോവ വന്ദേ ഭാരത് ഞായറാഴ്ചയാണ് സർവീസ് തുടങ്ങിയത്. വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസ്. ഒരാഴ്ചയാകുമ്പോഴേക്കും ആളില്ലാതെയാണ് ട്രെയിൻ ഓടുന്നത്. ഈ സാഹചര്യത്തിലാണ് വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യമുയർന്നിരിക്കുന്നത്. കോഴിക്കോടിനും മംഗളൂരുവിനും ഇടയിൽ ട്രെയിനുകൾ കുറവായത് കാരണം യാത്രക്കാർ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടിയാൽ യാത്രക്കാർക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന സർവീസായി മാറുമെന്ന് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ ചെർക്കള പറഞ്ഞു. പുതുതായി വന്ന ഈ ട്രെയിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് 300ഓളം സീറ്റ് ഒഴിവായിക്കൊണ്ട് കാലിയായിക്കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെയേറെ റവന്യൂ ലോസ് ഇതിനെ കൊണ്ടുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു റൂട്ട് തന്നെ ഒന്ന് ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് കച്ചവടക്കാർക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് വളരെ അത്യാവശ്യ യാത്രകൾക്ക് ഉപകാരപ്രദമാണ്. ഒപ്പം കേരളവും ഗോവ എന്ന് പറയുന്നത് രണ്ടും ടൂറിസ്റ്റ് സ്പോട്ട്സാണ്. ഈ കേരളത്തിലേക്കും ഗോവയിലേക്കും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെയേറെ ലാഭകരമായി പോവുകയും ടൂറിസം നന്നായി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ മംഗലാപുരം ഗോവ മംഗലാപുരം എന്നുള്ളത് ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഈ ട്രെയിൻ നീട്ടുകയാണെങ്കിൽ അവിടെ അനുബന്ധ സൗകര്യങ്ങൾ, അമ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ കോഴിക്കോട് ഗോവ വളരെയേറെ ഉപകാരപ്രദമായി പോകും എന്നുള്ളതാണ്. രാവിലെ 8:30 ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത്. 4.5 മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തും. രാവിലെ 5:30 കോഴിക്കോട് നിന്നോ 6:30 കണ്ണൂരിൽ നിന്നോ പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ സർവീസ് നടത്തുവാൻ സാധിക്കും. കുറച്ചുകൂടി നേരത്തെയാക്കിയാലും കോഴിക്കോട് മുതൽ യാത്രക്കാർക്ക് കുറവുണ്ടാകില്ല. കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ വന്ദേ ഭാരതിന് 7.5 മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തുവാൻ കഴിയും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും മംഗളൂരുവിലെ ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്നവർക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കും ഉൾപ്പെടെ ട്രെയിൻ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. വൈകിട്ട് 6:10 ഗോവയിൽ നിന്നും പുറപ്പെട്ട് രാത്രി 10:45 മംഗളൂരുവിൽ എത്തുന്ന തരത്തിലുള്ള നിലവിലെ മടക്കയാത്ര ഉച്ചയ്ക്ക് 2:15 പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് 6:45 മംഗളൂരുവിലും രാത്രി 8:45 കണ്ണൂരും 9:45 കോഴിക്കോടും എത്തുവാൻ സാധിക്കും. കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുവാൻ ധാരണയായ സാഹചര്യത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന ട്രാക്ക് വന്ദേ ഭാരതിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രമാണ് നയാ പൈസ ബാക്കിയില്ലാത്ത ഖജനാവെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നായാ പൈസ ബാക്കിയില്ലാത്ത നിലയിൽ ഖജനാവ് കാലിയാക്കിയ ശേഷമാണ് നവകേരള സദസ്സ് എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുചുറ്റുവാനിറങ്ങിയതെന്നും ക്ലിഫ് ഹൗസിൽ ലക്ഷങ്ങൾ മുടക്കി ചാണകക്കുഴിയും ലിഫ്റ്റുമുണ്ടാക്കിയ ഏക മുഖ്യമന്ത്രി പിണറായി ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാണെന്നും മോഡി ഭരണത്തെ താഴെയിറക്കുവാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 5 പൈസ ഖജനാവിലില്ല എന്നിട്ട് നാട് നിങ്ങൾ നടന്ന് പ്രസംഗിക്കുക. 5 രൂപ ട്രഷറിയിൽ നിന്ന് എടുക്കാൻ നിവൃത്തിയില്ലാത്ത കാലിയായ ഒരു ഖജനാവുമായിട്ട് പിണറായി വരികയാണ്. വാചകമണി കേട്ടാൽ തോന്നും അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ തേനും പാലും ഒഴിച്ചു. 1 പൈസ ചെലവാക്കി ഒരു വികസനം നടത്താനുള്ള പണം ഖജനാവിലില്ല. കൂട്ടി, ട്രഷറി ഏതാണ്ട് കൂട്ടി. അവസാനത്തെ പണം അദ്ദേഹത്തിന് ചാണകത്തൊഴുത്തുണ്ടാക്കാൻ 1.5 കോടി കൂടെ ചെലവാക്കിയതോടുകൂടി ഇനി പണം ട്രഷറിയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി അതുകൂടെ ഉള്ളായിരുന്നു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു.
പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകി. എം നാരായണൻകുട്ടി, കെ ജയരാജ്, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അതിർത്തി പ്രദേശങ്ങളിലേക്ക് മഞ്ചേശ്വരം പോലീസിന്റെ സേവനം ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. അപകടമോ മറ്റ് അത്യാഹിതമോ സംഭവിച്ചാൽ പോലീസ് എത്തുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ കവർച്ചാ കേസുകളിൽ ഉൾപ്പെടെ അന്വേഷണം ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. മഞ്ചേശ്വരം താലൂക്കിലെ വോർക്കാടി, പൈവളികെ പഞ്ചായത്തുകളിൽപ്പെട്ട കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് മഞ്ചേശ്വരം പോലീസിന്റെ സേവനം യഥാസമയം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. എന്തെങ്കിലും അത്യാഹിതമോ അപകടമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിലെ ഫോണിലേക്ക് വിളിച്ചാൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. പ്രധാനമായും ആനക്കൽ, തലക്കി, പാത്തൂർ എന്നീ പ്രദേശങ്ങളിൽ സേവനമെത്തുന്നില്ലെന്നാണ് പരാതി. ആവശ്യത്തിന് ഫോൺ വിളിച്ചാൽ വാഹനവും പോലീസുകാരും ഇല്ലെന്നാണ് പറയുന്നതെന്നും അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ വാഹനവുമായി വന്നാൽ പോലീസുകാരെ അയക്കാമെന്നാണ് പറയുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളും ഇഴഞ്ഞു നീങ്ങുന്നതായും പരാതികളിൽ കൃത്യമായി അന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പാത്തൂരിലും ദൈഗോളിയിലുമുണ്ടായ കവർച്ചയിലും പോലീസ് പേരിന് വന്നുപോയതല്ലാതെ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. വോർക്കാടി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾക്ക് പോലും അന്വേഷണ പുരോഗതിയില്ല. അതേസമയം കർണാടക പോലീസിന്റെ സേവനം അതിർത്തിക്കപ്പുറത്ത് കൃത്യമായി ലഭിക്കുന്നുണ്ട്. ആനക്കൽ അതിർത്തിയിൽ വിട്ല പോലീസും ബക്രബയൽ അതിർത്തിയിൽ ബണ്ട്വാൾ പോലീസും പൊയ്യത്തുബയൽ അതിർത്തിക്കപ്പുറം കെണാജെ പോലീസും ഒരു ഫോൺ കോളിൽ നിമിഷ നേരം കൊണ്ട് ഇവിടങ്ങളിലേക്ക് എത്തുകയും ഇടപെടൽ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേരള അതിർത്തിയിൽ പോലീസ് സേവനം ലഭ്യമാക്കുവാൻ മജീർ പള്ള, ബക്രബയൽ പോലുള്ള പ്രദേശങ്ങളിൽ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മഞ്ചേശ്വരം MLAക്കും പരാതി നൽകുമെന്ന് മഞ്ചേശ്വരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് BA മജീദ് പറഞ്ഞു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. മഞ്ചേശ്വരം മാണിഞ്ച സമീപമുള്ള അക്കരി, അമ്പിത്തടി പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാകുന്നു. വിളകൾ നശിപ്പിക്കപ്പെടുന്നത് മൂലം കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. അക്കരെ, അമ്പിത്തടി പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള കാട്ടുപന്നി ശല്യം കർഷകർക്ക് ദുരിതമായി മാറുന്നു. ജീവിതമാർഗത്തിനായി കൃഷി ഇറക്കുന്ന വിളകളെല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുന്നു. ഈ ഭാഗത്തെ പാടശേഖരങ്ങളിൽ ആവാസമുറപ്പിച്ച് പന്നികളുടെ സ്വൈരവിഹാരം. പാടത്തെ തണുപ്പാണ് പന്നികൾ പാടശേഖരങ്ങളിൽ തമ്പടിക്കുവാൻ കാരണം. വിളകൾ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും കാട്ടുപന്നികളുടെ ശല്യം കൂടുകയല്ലാതെ കുറയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. തങ്ങൾക്ക് നേരെ കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നതായും കർഷകർ പറയുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പന്നികളെ തുരത്താൻ അധികൃതർ ശ്രമിക്കാത്തത് കർഷകരിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കാട്ടുപന്നികൾ വിളകൾ നശിപ്പിക്കുന്നത് മൂലം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നും അധികൃതർ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നടപടി സ്വീകരിച്ച് തങ്ങളെ സഹായിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. നല്ല വിള നെൽട്ടാക്കിനെയാണ്. പകൽ പന്നി 5-6 വരുന്നു. പേടിക്ക് പരം പേടിയാണ് പന്നി കുത്തുന്നതിൽ. ഇവിടെ നോക്കുമ്പോൾ പന്നി പൊടിയാക്കുന്നു. അപ്പുറത്തുള്ള കൃഷി ചെയ്യുന്നു. ഗവൺമെൻറ് ചെയ്യുന്നു. കൃഷിക്ക് നെല്ല് കൃഷി ചെയ്യണം. എങ്ങനെ ചെയ്യുന്നു? ഇതിലേക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് പേടിക്ക് മണ്ണിട്ടോണ്ടുണ്ട്, ഒരു ഭാഗത്ത് ഇങ്ങനത്തെ അവസ്ഥ. പന്നീൻ്റെ നവിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് ഗവൺമെൻറ് പറയുന്നത് കൃഷിയാക്കണം. ആരും തിരിഞ്ഞു നോക്കണില്ല. ഇതിങ്ങനെ പകൽ പന്നി വന്നിങ്ങനെ പകൽ ഫാഡിക്ക് വരുന്നങ്ങനെ നമ്മൾ കുത്തി വരച്ച് നമുക്ക് ഓടാനും കഴിയുന്നില്ല. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്ത് പരാതി കൊടുത്തെങ്കിൽ തിരിഞ്ഞു നോക്കൊന്നുമില്ല പഞ്ചായത്താരും. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറ്റത്തില്ല. നമുക്ക് പന്നികളെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പൊയ്നാച്ചിയിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പൊയ്നാച്ചിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഉമ്മൻചാണ്ടി നഗറിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പെൻഷൻകാർക്ക് 15 പെൻഷൻകാർക്ക് വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ അടക്കം സകല പെൻഷനുകളും 7 മാസമായി കുടിശ്ശികയാണ്. പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. KSRTC ശമ്പളം കൊടുക്കാൻ പൈസയില്ല. അവർക്ക് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ചുരുക്കി പറഞ്ഞാൽ ബഡ്ജറ്റേതര വരുമാനം കണ്ടെത്തി കിഫ്ബി കോടാനുകോടി കടത്തിൽ കേരളം. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി കോടാനുകോടി രൂപ കടത്തിൽ വക മാറ്റി ചെലവഴിച്ച് കേരളം ഇന്ന് സാമ്പത്തിക ദുരിതത്തിലാണ്. ഈ ഗവൺമെന്റ്
ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനം തകർന്ന് തരിപ്പണമാകും. KPCC അംഗവും സംഘാടക സമിതി ചെയർമാനുമായ ഹക്കീം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, DCC ജനറൽ സെക്രട്ടറി VR വിദ്യാസാഗർ, ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് KV ഭക്തവത്സരൻ, മുളിയാർ ബ്ലോക്ക് പ്രസിഡന്റ് T ഗോപിനാഥൻ നായർ, KSSPA സംസ്ഥാന സെക്രട്ടറി TV ഗംഗാധരൻ, KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K രാമകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി MK ദിവാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി ഖാസിയാർ ഉപ്പാപ്പ മഖാമുറൂസും മതപ്രഭാഷണവും ജനുവരി 8 മുതൽ 14 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉറൂസിന് മുന്നോടിയായുള്ള വിളംബര ജാഥ ജനുവരി 8 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 നടക്കും. വൈകിട്ട് 3:30 ഹാജി MK മുഹമ്മദ് മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ കുമ്പോൽ KS ആറ്റക്കോയ തങ്ങൾ പതാക ഉയർത്തും. തുടർന്ന് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ മുട്ടം പ്രാർത്ഥന നടത്തും. വൈകിട്ട് 4 മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്യും. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ മുഖ്യാതിഥിയാകും. 8 രാത്രി 8:30 മതപ്രഭാഷണം സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഹനീഫ് ഉദവി ദേലമ്പാടി മുഖ്യപ്രഭാഷണം നടത്തും. മുഹമ്മദ് കാഷിഫ് മിദ്ലാജ് ഖിറാത്ത് നടത്തും. 9:30 രാത്രി 8 മണിക്ക് സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ ഇസ്ലാമിക കഥാപ്രസംഗം അവതരിപ്പിക്കും. BK അബ്ദുൽ ഖാദർ അൽ ഖാസ്മി പ്രാർത്ഥന നടത്തും. 14 രാവിലെ 10 മൗലീദ് പാരായണത്തിന് അത്താവുള്ള തങ്ങൾ ഉദ്യാവരം നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 8-ാം തീയതി തിങ്കളാഴ്ച 3:30 മണിക്ക് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അവരുടെ കരങ്ങളാൽ ബഹുമാനപ്പെട്ട ഹാജി മുഹമ്മദ് മുസ്ലിയാർ ഖാസി മംഗൽപാടി അവരുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തുന്നതോടെ ഉറൂസ് മുബാറക്കിന് തുടക്കം കുറിക്കുകയാണ്. ചെയർമാൻ ഹാജി അബ്ദുള്ള കുഞ്ഞി ഫൈസി മൂസ മുക്രി, കൺവീനർ അബ്ദുൽ ഹമീദ് തോട്ട, ഖാദർ ഹാജി, C അംബാർ, മുഹമ്മദ് ഉപ്പള ഗേറ്റ്, അബൂബക്കർ സഅദി പേരൂർ, അഷ്റഫ് അന്തുഞ്ഞി ഇസ്മയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനസേവന കേന്ദ്രം ടൗണിൽ തുറന്നു. സോഷ്യൽ വർക്കേഴ്സ് സൊസൈറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് K ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങളിലുൾപ്പെടെ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ വേഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് സഹകരണ ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. തൃക്കരിപ്പൂർ സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ കൃഷിഭവന് എതിർവശത്ത് ജനസേവന കേന്ദ്രം സോഷ്യൽ വർക്കേഴ്സ് സൊസൈറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് K ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VM രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംഘത്തിന്റെ ഡയറക്ടർമാരായ KV രാജൻ, MK പ്രസന്ന, സെക്രട്ടറി C ശരണ്യ, തൃക്കരിപ്പൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി K രമേശൻ, സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരായ MV രചന, C സിനി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദുബായ് തൃക്കരിപ്പൂർ KMCCയുടെ നേതൃത്വത്തിലുള്ള ദുബായ് തൃക്കരിപ്പൂർ സംഗമം 14 ദുബായ് അൽ ബറാഹ വിമൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് അൽ ബറാഹയിലെ വിമൻസ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ AB അബ്ദുൽ സലാം ഹാജി നഗറിൽ നടക്കുന്ന സംഗമത്തിൽ 3000-ൽ പരം പ്രവാസികൾ പങ്കെടുക്കും. പ്രവാസ ലോകത്ത് 4 പതിറ്റാണ്ട് പിന്നിട്ട 50-ൽ പരം പേരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ സംഗമം ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ രംഗത്ത് സജീവമായ തൃക്കരിപ്പൂരിലെ KM കുഞ്ഞിയെ ആദരിക്കും. 7 വർഷത്തിന് ശേഷമാണ് ദുബായിൽ വീണ്ടും ഒരു തൃക്കരിപ്പൂരുകാരുടെ സംഗമം നടക്കുന്നത്. ഉച്ചയ്ക്ക് 1-ന് ആരംഭിച്ച് രാത്രി 9 വരെ നീളുന്ന സംഗമത്തിൽ കായിക മത്സരങ്ങൾ, ഇശൽ നൈറ്റ്, ദഫ്, കോൽക്കളി, അറബ് ഡാൻസ്, തന്നൂറ ഡാൻസ്, മാജിക് ഫ്രെയിം തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. വിവിധ അനുബന്ധ പരിപാടികളും നടന്നുവരുന്നുണ്ട്. NP ഹമീദ് ഹാജി, S കുഞ്ഞഹമ്മദ്, T മുഹമ്മദ് അലി, CT അബ്ദുൾ വാജിദ്, ഹസൈനാർ വടക്കുംപാട്, OT നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പീഡനം ഏറ്റുവാങ്ങിയവരെ BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരോദ്ഘാടന ഭാഗമായാണ് പീഡിതർക്ക് ആദരവേകിയത്.
അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച് പീഡനമേറ്റവരും സമരത്തിൽ പങ്കെടുത്തവരുമായ 14 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അസുഖബാധിതർക്ക് വീട്ടിലെത്തിയും ആദരവേകി. RSS കണ്ണൂർ വിഭാഗ് പര്യാവരൺ സംയോജക് TO രാജേഷ് സമരഭടന്മാരെ ആദരിച്ചു. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന ആ കിരാത നിയമം വരുന്ന സാഹചര്യത്തിൽ ഭാരതത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം ഹരിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ ഇടയിലൊക്കെയുള്ള ചില ക്ഷുദ്രശക്തികൾ ഇന്ന് ഭാരതത്തെ നശിപ്പിക്കുവാനും അതുവഴി ഈ രാഷ്ട്രം നേടിത്തരുന്ന എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. BJP ജില്ലാ കമ്മിറ്റി അംഗം K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KV ലക്ഷ്മണൻ, E രാമചന്ദ്രൻ, TM നാരായണൻ, A രാജീവൻ, TP അമ്പുകുഞ്ഞി, C അമ്പു, TV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ കലാസാംസ്കാരിക കൂട്ടായ്മയായ ടീം കാസർഗോഡ് പ്രതിഭാസംഗമം നടത്തി. ചെർക്കള ഗ്രീൻ വാലി റിസോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. കലയും കലാകാരന്മാരും സുമനസ്സുകളെ കോർത്തിണക്കുന്ന മാന്ത്രിക ചരടാണെന്ന് ലാൽ ജോസ് പറഞ്ഞു. ടീം കാസർഗോഡ് ചെർക്കള ഗ്രീൻ വാലി റിസോർട്ടിൽ പ്രതിഭാസംഗമം നടത്തി. വിവിധ കലാമത്സരങ്ങളിൽ ശ്രദ്ധേയരായ 20ഓളം കുട്ടികൾ പങ്കെടുത്തു. ഗാനാലാപനം, ഒപ്പന, വൃന്ദവാദ്യം, നാടോടി നൃത്തം തുടങ്ങിയ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി. പരിപാടി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. കലയും കലാകാരന്മാരും സുമനസ്സുകളെ കോർത്തിണക്കുന്ന മാന്ത്രിക ചരടാണെന്ന് ലാൽ ജോസ് പറഞ്ഞു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു. ചടങ്ങിൽ BM സാദിഖ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് രാമന്തളി, അഹമ്മദ് ഹാജി അസ്മാസ്, കലാഭവൻ നന്ദന എന്നിവർ സംസാരിച്ചു. വിജയൻ ശങ്കരമ്പാടി പരിപാടികൾ നിയന്ത്രിച്ചു. സിദ്ദിഖ് പടപ്പിൽ, രവി കൊട്ടോടി, ഭരതൻ നീലേശ്വരം, അനിൽ നീലാംബരി, സുധ ടീച്ചർ, ഉമേഷ് രാമൻ, ശൈലജ ഉമേഷ്, സൗമ്യ സജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ഹവിൽദാർ ബിജേഷ് കുമാറിന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സ്വീകരണം നൽകിയത്. 25 വർഷത്തിന് ശേഷം സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ഹവിൽദാർ ബിജേഷ് കുമാറിന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സ്വീകരണം നൽകിയത്. പട്ടാക്കൽ നേത്തി കലാസാംസ്കാരിക വേദി അംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. പൊന്നാടിയണിയിച്ചും ഉപഹാരം നൽകിയും ഹവിൽദാർ ബിജേഷ് കുമാറിനെ ആദരിച്ചു. പ്രസിഡന്റ് ഗോപിനാഥ്, സെക്രട്ടറി ബാബു, അംഗങ്ങളായ രൂപേഷ്, കുമാരൻ, അസേനാർ, രഖിൽ, നിതിൻ, രവി, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. നഗരസഭാ അധ്യക്ഷ KV സുജാത പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. ഹോസ്ദുർഗ് കോട്ട നവീകരിച്ച് ചരിത്ര മ്യൂസിയമാക്കണമെന്നും കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നിവേദനം നൽകി. മന്ത്രിക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. നഗരസഭാ അധ്യക്ഷ KV സുജാത പൊന്നാടിയണിയിച്ചു. മുൻ ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷരായ P മുഹമ്മദ് അലി, KV മായാകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ചൂട്ട് എന്ന തെരുവ് നാടകത്തിന് അജാനൂർ പഞ്ചായത്തിൽ സമാപനമായി. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല സമാപന പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം അവതരിപ്പിച്ച ചൂട്ട് എന്ന തെരുവ് നാടകത്തിന് അജാനൂർ പഞ്ചായത്തിലെ വെള്ളിക്കോത്ത് സമാപനമായി.
പെൺകുട്ടികൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർ വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നാടകത്തിൽ പ്രതിപാദിക്കുന്നു. പെൺകുട്ടികൾ പുറത്തുനിന്ന് അവഗണന നേരിടുന്നുവെങ്കിലും കുടുംബങ്ങൾക്കുള്ളിലാണ് കൂടുതൽ അനുഭവിക്കുന്നതെന്ന് ഈ നാടകത്തിൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ ഉത്കണ്ഠകളും ഈ നാടകത്തിൽ തുറന്നുകാട്ടി. സമൂഹം എന്തു പറയുന്നുവെന്ന് നോക്കാതെ വിവാഹത്തേക്കാൾ ഉപരി വിദ്യ നേടുക എന്നതാണ് തങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞുവെക്കുന്നിടത്താണ് നാടകം അവസാനിച്ചത്. ഇതെല്ലാം ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ അവളുടെ ടീച്ചർ, ഇത് കൗൺസിലർ. ഒരു കൗൺസിലറും ടീച്ചറും വന്നിരിക്കുന്നു. കൗൺസിലർ ടീച്ചറൊക്കെ അങ്ങ് മുനിസിപ്പാലിറ്റിയിലെ സ്കൂളിൽ മതി. എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളൂ. ടീച്ചറെ, എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്ക് പഠിക്കണം. നിങ്ങളുടെ മകളുടെ കാര്യത്തിലേ ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ. ഇപ്പൊ ഇവിടെ കെട്ടിച്ചു വിട്ടാ കോടതി കയറി ഇറങ്ങും നിങ്ങള്. വെളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല സമാപന പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി ബാലാദേവി KS മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാടക പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി സുധ വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, വെളിക്കുത്ത് സ്കൂൾ പ്രധാനാധ്യാപിക സരള ചെമ്മഞ്ചേരി എന്നിവർ സംസാരിച്ചു. ഗീത സി സ്വാഗതവും ഗ്രീഷ്മ TM നന്ദിയും പറഞ്ഞു. ദീപികയുടെ 137ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സപ്തഭാഷാ സംഗമഭൂമിയുടെ മനസ്സ് കീഴടക്കി മലയാളത്തിന്റെ പ്രഥമ ദിനപത്രമായ ദീപികയുടെ 137ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ പ്രൌഢോജ്വലമായ സദസ്സിൽ അരങ്ങേറി. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സാക്ഷ്യം വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 10 പേർ ആദരം ഏറ്റുവാങ്ങി. പുരാവസ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അധ്യക്ഷത വഹിച്ചു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, NA നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത, മുൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ, ക്രൈംബ്രാഞ്ച് DYSPയും സിനിമാ താരവുമായ സിബി തോമസ്, അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര, രാഷ്ട്രദീപിക ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മോൺ സെബാസ്റ്റ്യൻ പാലാക്കുഴി, ബെന്നി വാഴപ്പിള്ളിൽ, ഡെന്നി തോമസ് വട്ടക്കുന്നിൽ, വികാരി ജനറൽമാരായ മോൺ ജോസഫ് ഒറ്റപ്ലാക്കൽ, മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ, ദീപിക കണ്ണൂർ യൂണിറ്റ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ഫാദർ അനൂപ് ചിറ്റേട്ട്, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോസ് ലൂക്കോസ് എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കളെ ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യൽ പരിചയപ്പെടുത്തി. ദീപിക കണ്ണൂർ യൂണിറ്റ് റെസിഡന്റ് മാനേജർ ഫാദർ മാത്യു വലിയപറമ്പിൽ സ്വാഗതവും രാഷ്ട്രദീപിക കാസർഗോഡ് മാർക്കറ്റിംഗ് മാനേജർ സണ്ണി തോമസ് നന്ദിയും പറഞ്ഞു. പടന്നക്കാട് സ്റ്റെല്ല മേരീസ് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ നൃത്താവിഷ്കാരത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. കോഴിക്കോട് മ്യൂസിക് വേവ്സ് അവതരിപ്പിച്ച ഗാനമേളയും കോഴിക്കോട് ടീം ഓൾ ഫോർ വൺ അവതരിപ്പിച്ച നൃത്തവിരുന്നും ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിക്കര മേൽപ്പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. കാഞ്ഞങ്ങാട്ടെ DYFIയുടെ പ്രതീകാത്മക വായനാശാല വിവാദത്തിൽ രാഷ്ട്രീയ പോര് തുടരുന്നു. സമീപത്ത് അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബോർഡ് സ്ഥാപിച്ച് യുവമോർച്ച. മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം ശക്തം. യാത്രക്കാർ കുറഞ്ഞ ട്രെയിൻ സർവീസ് കോഴിക്കോട് വരെ നീട്ടിയാൽ ലാഭകരമാകുമെന്നാണ് വിലയിരുത്തൽ. പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രമാണ് നയാ പൈസ ബാക്കിയില്ലാത്ത ഖജനാവെന്ന് രമേശ് ചെന്നിത്തല. മോദി ഭരണത്തെ താഴെയിറക്കാൻ ജനാധിപത്യ ശക്തികൾ ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല. അതിർത്തി പ്രദേശങ്ങളിലേക്ക് മഞ്ചേശ്വരം പോലീസിന്റെ സേവനം ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപം ശക്തം. കവർച്ച കേസുകളിൽ ഉൾപ്പെടെ അന്വേഷണം ഉണ്ടാകുന്നില്ലെന്നും പരാതി. മഞ്ചേശ്വരത്തെ അക്കരെ അമ്പിത്തടി പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാകുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.